എല്ലാ കാര്യത്തിലും ദൈവത്തിന് വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ക്രിസ്തീയ സന്ദേശം ഇതാണ്. നമ്മുടെ സഹനങ്ങള് നമ്മൾ ക്ഷമയോടെ, നമ്മൾ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ സഹനങ്ങൾ സ്വീകരിച്ച് അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പാപികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനുമായി കാഴ്ചവെച്ചാൽ, യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുന്നു പറഞ്ഞാൽ, അങ്ങനെ വിശ്വസിച്ചാൽ, അങ്ങനെ ചെയ്താൽ കോടാനുകോടി പാപികൾക്ക് മാനസാന്തരം കൊടുക്കാൻ നമ്മുടെ സഹനത്തെ ദൈവം എടുത്തുപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് ഇംഗ്ലണ്ടിൽ ധ്യാനിപ്പിക്കുമ്പോൾ താമസിച്ചുള്ള ധ്യാനമാണ്. ഒരു ഭാര്യയും ഭർത്താവും നല്ല ചുണയായിട്ട് ഇങ്ങോട്ട് നടന്ന് എന്റെ അടുത്തോട്ട് വന്നു. ചെറുപ്പക്കാരാ. അപ്പം ഭർത്താവ് പറഞ്ഞു, എന്റെ ഭാര്യ ശരീരം മുഴുവൻ കഠിന വേദനയാണ്, നാളുകളായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടും സുഖപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ട്? 29. ഭർത്താവിനോ 31. രണ്ടുപേർക്കും കൂടിയോ 60. രണ്ടുപേരും ഒന്നല്ലേ വചനത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 60 കോടി പാപികൾക്ക് വേണ്ടിയെങ്കിലും കാഴ്ചവെക്കാവുന്ന സഹനമാ ദൈവം തന്നിരിക്കുന്നത്. യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞാൽ അനന്തയോഗ്യതയായി. വിശ്വാസം വഴി നമ്മൾ പറയാണ്, എന്റെ ഇന്ന് വരെയുള്ള സഹനം, എന്റെ മരണം വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, അധ്വാനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഇത് പിതാവിന് വളരെ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറയാ, വേദനയെല്ലാം പോയെന്നു. അത്ഭുതം. ആ ഞൊടിയുടെ അത്ഭുതം. നാളുകളായിട്ടുണ്ടായിരുന്ന വേദന മാറി. അന്ന് അവര് സ്റ്റേജിൽ കയറി സാക്ഷ്യപ്പെടുത്തി. പിറ്റേ ദിവസം ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരച്ഛൻ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്തു, ഇത് സത്യമാണോ? പിന്നെ വേദന ഉണ്ടായിട്ടില്ലേ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്ത്യാനികൾക്ക് ദൈവം സഹനം കൊടുക്കുന്നത് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഇങ്ങനെ ഇതിന്റെ എല്ലാം പുറകെ നടക്കാൻ മാത്രമല്ല. പിന്നെയോ ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ തന്നെ മാനസിക തകർച്ച, കുടുംബ ദുഃഖം, സാമ്പത്തിക തകർച്ച, ദുഃഖം, മക്കളെ കുറിച്ച് ദുഃഖം, എപ്പോഴും ദുഃഖം, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ദുഃഖം, മാനസിക പീഡ, അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിയേ. അവരും എഴുന്നേറ്റ് വന്നു. അതും കാഴ്ചവെക്കാം. ദൈവം സഹനം അനുവദിക്കുന്നത് കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി കാഴ്ചവെക്കാനാണ്. തന്നെ തന്നെ ഇങ്ങനെ അസ്വസ്ഥമോടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനല്ല. വലിയൊരു സമർപ്പണ പ്രാർത്ഥന നടത്താൻ പോകുന്നത്. ആ സമർപ്പണ പ്രാർത്ഥന ഇതാണ്: ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം പരാതി കൂടാതെ യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്, പ്രേക്ഷിത പ്രാർത്ഥനയാണ്, സഹനം കാഴ്ചവെക്കുന്ന ഒരു പ്രേക്ഷിത വേലയാണ്, നമ്മളെ വിശുദ്ധരാക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഇനി ഞാൻ പ്രാർത്ഥന ചൊല്ലിത്തരാം. ആദ്യമായിട്ട് ഇതുവരെയുള്ള സഹനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാതെ മറ്റുള്ളവരെ കുറ്റം വിധിച്ച് അവര് കാരണമാണ്, ഇവര് കാരണമാണ്, അപ്പനാണ്, അമ്മായിയപ്പനാണ്, അമ്മായിയമ്മയാണ്, അവളാണ്, നാട്ടുകാരാണ് കാരണം നമ്മുടെ സഹനത്തിനെന്ന് പറഞ്ഞ് കുറ്റം വിധിച്ച് പാപം ചെയ്തിട്ടുണ്ട്. അതിനെ ഓർത്ത് പശ്ചാത്തപിക്കണം. ഇനി ആരോടെങ്കിലും ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിച്ചേക്കണം അവസരം കിട്ടുമ്പോ. നീ ആ കാരണം. ആരുമല്ല, സഹനം തരുന്നത് ദൈവമാ, പരാജയം തരുന്നത് ദൈവമാ,
കാരണം ദൈവത്തിന് നമ്മുടെ സഹനം ആവശ്യമുണ്ട്. യേശുവിന്റെ സഹനം ആവശ്യപ്പെട്ട പിതാവ് നമ്മുടെ സഹനം ആവശ്യപ്പെടുകയാണ്. ലോകരക്ഷയ്ക്കു വേണ്ടി കാഴ്ചവെക്കുവാൻ. കൊളോസസ് 1:24 പറഞ്ഞേ. കൊളോസസ് 1:24. കൊളോസസ് 1:24. ക്രിസ്തുവിന്റെ പീഡകളിൽ കുറവുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. നിങ്ങൾ റോമ 12:2. നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങളുടെ കുരിശുകളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഇനി പ്രാർത്ഥനയിൽ തരാം. പിതാവായ ദൈവമേ, ഇന്നുവരെയുള്ള സഹനം, വേദന, മാനസിക പീഡ, ശാരീരിക രോഗം, മരണം വരെയുള്ള സഹനം, അസ്വസ്ഥതകൾ, ക്ഷീണം, തളർച്ച, ഇവയെല്ലാം എന്റെ അനുദിന അധ്വാനം മരണം വരെയുള്ളത് യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിനായിട്ട് വലിയ സന്തോഷത്തോടെ പരാതി കൂടാതെ കാഴ്ചവെക്കുന്നു. ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിനായി പരാതി കൂടാതെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. മനസ്സിലായല്ലോ? ഭാവിയിൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, എന്നും ആവർത്തിക്കേണ്ട ഒരു പ്രാർത്ഥന. ഇന്നുവരെയുള്ള സഹനം വീണ്ടും കാഴ്ചവെക്കാം. ഇന്നുവരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, വരാനിരിക്കുന്ന സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, ഇപ്പോഴുള്ളത് വരാനിരിക്കുന്നത്. എത്ര കുശലായെന്ന് നോക്കിയേ. കോടാനുകോടി പാപികൾക്ക് വേണ്ടി യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുന്നു. അനന്ത യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മനസ്സായവർ കൈപൊക്കിയേ. ഇനിയും ഓർക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന, സഹനം കാഴ്ചവെക്കുന്ന പ്രാർത്ഥന ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നവരൊന്ന് കൈവീശിക്കേ. ഹല്ലേലൂയ. അടിപൊളി പരിപാടിയത്. പ്രേക്ഷിത വേല. കോടിക്കണക്കിന് നശിച്ചു പോകുന്ന ആൾക്കാരെ വീണ്ടെടുക്കാൻ അക്കൂട്ടത്തിൽ നമ്മൾ വിശുദ്ധരാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങള് ഈ സഹനം കാഴ്ചവെക്കുന്ന ഈ പ്രേക്ഷിത വേല ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി കാഴ്ചവെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ സമാധാനം, ഒരു പുതിയ ദൃഢമായ പ്രാർത്ഥനയും എനിക്ക് കിട്ടി, ഒരു പുതിയ ശക്തി കിട്ടിയെന്ന് തോന്നുന്നവരൊന്ന് കൈപൊക്കിയേ. ഒരു വലിയ സമർപ്പണ പ്രാർത്ഥന നമ്മൾ ചൊല്ലി. ഒരു പുതിയ സമാധാനം, ഒരു പുതിയ ശാന്തി അവരൊന്ന് കൈവീശി കാണിച്ച്. ഒരു പുതിയ ശക്തി, ഒരു പുതിയ ദൃഢത, മനസ്സിനൊരു തീരുമാനം, വലിയ സമർപ്പണം അവരൊന്ന് കൈവീശി കാണിച്ച്. ഒരുപാട് പേർക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി മൊത്തം നിങ്ങളെ തന്നെ ഒന്ന് തൂക്കി നോക്കിയേ. ഈ സഹനമൊക്കെ ഒന്ന് കാഴ്ചവെച്ചപ്പോ തൂക്കം കുറഞ്ഞിട്ടുണ്ടോ? വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ? അല്പം കൂടി ഒരു ലാഘവത്വം കിട്ടിയോ? ഭാരം കുറഞ്ഞോ? ഒന്ന് അനങ്ങി നോക്കിയാ. ഒന്ന് അനങ്ങി നോക്കിയേ. കാലൊക്കെ അനക്കി നിങ്ങൾക്കൊരു ലാഘവത്വം, ഒരു ലഘുത്വം കിട്ടിയിട്ടുണ്ടാകാൻ ഇടയുണ്ട്. കാരണം വലിയ സമർപ്പണ പ്രാർത്ഥന ചെല്ലിയത്. ഭാരം കുറഞ്ഞതുപോലെ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. ഭാരം കുറയുന്നൊരു ശുശ്രൂഷയാണ്. അവരൊന്ന് കൈപൊക്കി കൈവീശി കാണിച്ച്. ഒരുപാട് പേരുണ്ട്. ശാരീരിക വേദനയോ തളർച്ചയോ ഉണ്ടായിരുന്നവര്, രോഗം ഉണ്ടായിരുന്നവര് ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും വേദന വിട്ടുമാറിയവര് ഒന്ന് കൈവീശി കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രേക്ഷിത വേലയാണ് ദൈവം അനുവദിച്ചു തന്ന സഹനം. പരാതി കൂടാതെ ദൈവത്തിന്റെ പദ്ധതിക്കു വേണ്ടി, ലോകരക്ഷയ്ക്കു വേണ്ടി കാഴ്ചവെക്കുക എന്നുള്ളത്. എന്നും
വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാവുന്ന ഒരു പ്രേക്ഷിത വേല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ഏറ്റു പറഞ്ഞേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കൈക്കും കാലിനും ബലക്കുറവുള്ളവര് ഒന്ന് അനക്കി നോക്കിയേ ശരീരം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം. ഒരു 10 ലക്ഷം മദ്യപാനികളെയും അല്ലെങ്കിൽ മയക്കുമരുന്ന് പുകവലി അവരുടെ കുടുംബാംഗങ്ങളെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ, ദൈവമക്കളും യേശുവിന്റെ പ്രേക്ഷിതരുമാക്കണമേ. വലതുകരം ഉയർത്തുക. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, 10 ലക്ഷം മദ്യപാനികളെയും 10 ലക്ഷം മദ്യപാനികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയ വോൾത്തോർത്ത, തളർവാദ രോഗിയായ ഇറ്റാലിയൻ സ്ത്രീ തളർവാദക്കിടക്കയിൽ കിടക്കുന്ന കാലത്ത് കാൽമുട്ട് പൊക്കിവെച്ച് ഒരു പലക വെച്ച് താൻ കണ്ട ദർശനങ്ങളെല്ലാം എഴുതി വെച്ച പുസ്തകമാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള 15,000 പേജുള്ള പുസ്തകം. അത് മലയാളത്തിൽ 16 വോളിയമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 800 പേജായിട്ട് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഒരു ലീല ഫിലിപ്പ് എന്ന സ്ത്രീക്ക് കർത്താവ് സന്ദർശനം കൊടുത്ത് ആവശ്യപ്പെട്ടു അത് ചുരുക്കി അനേകർക്ക് വായിക്കത്തക്ക രീതിയിൽ ചുരുക്കി കൊടുക്കാൻ. വേറൊരാൾ എഴുതാണെങ്കിലും അത് 800 പേജാക്കി ചുരുക്കി ഇവിടെ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്ന് അച്ചടിച്ചു. അതിപ്പോൾ ശാലോംകാര് വിതരണം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകം വളരെ നല്ലതാണ്. 800 പേജുള്ള പുസ്തകം. ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ആ ദർശന പുസ്തകത്തില് ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. 1 ലക്ഷം ഭീകരപ്രവർത്തകരുണ്ട്. നമുക്ക് അവരോട് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. കർത്താവേ, 1 ലക്ഷം 10 ലക്ഷം ഭീകരപ്രവർത്തകരെ, മറ്റുള്ളവരെ കൊല്ലുന്നവര്, അവർ ചെയ്യുന്നവര്, എന്തുകൊണ്ടാണ്? ഒരു ദുരാത്മാവ് അവരിൽ കയറിക്കൂടി, ഒരു തെറ്റായ വചനം അവരിൽ കയറിക്കൂടി, ഒരു സാത്താന്റെ നുണവചനം. അങ്ങനെയാണ് കളവിനും കൊലപാതകത്തിനും അവർ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1 ലക്ഷം 10 ലക്ഷം പേരെ തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പൊതിയണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവം പ്രാർത്ഥന കേൾക്കുവോ? ദൈവം പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥനയാ. അപ്പൊ ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ലക്ഷോപലക്ഷം പേരുടെ മനസ്സാന്തരം നേടിയെടുക്കാൻ പറ്റും. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധീകരിക്കും. നമ്മളെ കഴുകി ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ മതി. പക്ഷെ നമ്മളാകുമ്പോ പ്രോപ്പർ പശ്ചാത്താപം വേണം, ക്ഷമ വേണം. ഈ 1 ലക്ഷം ഭീകരപ്രവർത്തകർക്ക് എന്നതാ പശ്ചാത്താപം ഒന്നും അറിയത്തില്ല, ദൈവസ്നേഹം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അവരിപ്പം വേണ്ടവണ്ണം പശ്ചാത്തപിച്ചില്ലെങ്കിലും നമ്മൾ പറയാം, മോനിക്കാ പുണ്യവതി ആഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ അവർക്കൊരു സൗജന്യ പാപമോചനം കൊടുക്കണേ, കരുണയായിരിക്കണേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ. ഞാൻ പറഞ്ഞില്ലേ, 5 ലക്ഷം 10 ലക്ഷം 5 ലക്ഷം ജയിലിൽ കഴിയുന്നവരും അവരുടെ വാർഡന്മാരും തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ, ഒരു നല്ലവരായി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ഒരമ്മച്ചി കോട്ടയാശ്രമത്തിൽ എന്റെ അടുത്ത് വന്നു. മകൻ കപ്പലിൽ ജോലിയാണ്. സൊമാലിയയിൽ വെച്ച് കപ്പല് കടൽ കൊള്ളക്കാർ പിടിച്ചു. ഇനി വൻതുക കൊടുത്താലേ കപ്പലും ആൾക്കാരെയും കിട്ടുള്ളൂ. അമ്മ മകന് വേണ്ടി ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ് കോട്ടയിൽ. ഞാൻ അമ്മയോട് പറഞ്ഞു, 50 വയസ്സ് കാണും, പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ ശക്തമായ ആയുധമുണ്ട്. തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമെന്ന് ഇവിടെ പറഞ്ഞാൽ ആ നിമിഷം അവിടെ എത്തും സൊമാലിയയിൽ തിരുരക്താഭിഷേകം.
തിരക്തക്കടല്. പ്രൈസ്തലോ. ഒന്നും പേടിക്കണ്ട, അതിശക്തമായ ആയുധം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അമ്മച്ചി പ്രാർത്ഥിച്ചോന്ന് അറിയാൻ പാടില്ല. ഞാൻ 2 ദിവസം എന്റെ ഹൃദയത്തിൽ തട്ടിയതുകൊണ്ട് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ കടൽ കൊള്ളക്കാരെയും അവർക്ക് ചുറ്റുമുള്ള 10,000-ങ്ങളെയും തിരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വന്നു, സൈന്യം ഇടപെട്ടു, കപ്പൽ സ്വതന്ത്രമാക്കി. ഒന്ന് കൈയടിച്ചേ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ കപ്പലല്ലായിരുന്നു. 9 മാസം മുമ്പ് ഇതുപോലെ തട്ടിയെടുത്ത കപ്പലാണ് സ്വതന്ത്രമായത്. പ്രാർത്ഥനയുടെ ശക്തി ആദ്യം അങ്ങോട്ടാണ് പോയത്. പിന്നെ എന്റെ പ്രാർത്ഥന അല്പം കുറഞ്ഞേതായാലും വല്ലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുള്ളായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചു കാണും. 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും വാർത്ത വന്നു, സൈന്യം വീണ്ടും ഇടപെട്ടു, കപ്പൽ സ്വതന്ത്രമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം കോട്ടയാശ്രമത്തിലെ ധ്യാനത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു യുവാവ് ഏറ്റവും മുൻവശത്തിരുന്ന് കൈപൊക്കി, ഞാനാണ് പ്രതി, എന്നെയാണ് അമ്മയുടെ പ്രാർത്ഥന വഴി കപ്പൽ, ഞങ്ങളുടെ കപ്പലാണ് മോചനം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൊബൈൽ ഫോൺ വിളിച്ചാൽ അമേരിക്ക വരെ എത്തും. തിരക്താഭിഷേകം എന്ന് പറഞ്ഞാൽ അവിടെ എത്തും. പ്രൈസ് ദി ലോർഡ്. തിരക്തം കൊണ്ട് അവരെ കഴുകണമേ, നിയോഗം വെക്കുന്നിടത്തോട്ട് ചെല്ലും. സങ്കീർത്തനം 48:10 എന്ന് പറഞ്ഞേ. സങ്കീർത്തനം 48:10. ദൈവമേ, ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. എവിടം വരെ എത്തുന്നു? അതിരുകളോളം. അപ്പൊ മധ്യസ്ഥം വഹിക്കാതിരുന്നാൽ മണ്ടത്തരായില്ലേ? നമ്മൾ വഴി രക്ഷിക്കപ്പെടേണ്ട ജനം, കോടാനുകോടി പേര് നശിച്ചു പോകാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജപമാല ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്ന് മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയാണ്, ഒരു ശക്തി ശുശ്രൂഷയാണ്. ആദ്യകാലത്ത് ജപമാല എന്തിനാണെന്നൊക്കെ വിചാരിച്ച് തല നിറച്ച് സംശയമായിട്ട് നടന്നയാളാ ഞാൻ. ഒരു 3 കൊല്ലം ജപമാല ചെല്ലാതെ നടന്നു. 1994, 93, 94, 95 ജപമാല ചെല്ലാതെ നടന്നു കൊല്ലങ്ങളാ. എന്തിനാ ഇത്ര നന്മ അറിഞ്ഞറിയും ചെല്ലുന്നത്? ഇതെല്ലാം ദൈവവചനവും പറഞ്ഞാൽ പോരെ? പറഞ്ഞു തരുന്നത് സാത്താനാകത്തുന്നത്. ഒരു നന്മ നിറഞ്ഞറിയത്തിൽ 3 ദൈവവചനമുണ്ട്. ഇതിപ്പം മറച്ചു വെക്കുക. നന്മ നിറഞ്ഞ പറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. അത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ്. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ. അത് എഴുതപ്പെട്ട വചനമാ. എഴുതപ്പെട്ട വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, അനന്ത യോഗ്യതയുണ്ട്, അനന്ത ശക്തിയുണ്ട്. എഴുതപ്പെട്ട വചനം പറയുമ്പോൾ സാത്താൻ ഓടിപ്പോവും. അതുകൊണ്ടാണ് കൊന്തയല്ലെന്നും പറഞ്ഞ് സാത്താൻ ഇങ്ങനെ നടക്കുന്നത്. അവന്റെ സൂത്രമാ. ശുദ്ധമാന മറിയമേ, ബാക്കി പറ, തമ്പുരാന്റെ അമ്മ. ഇത് എഴുതപ്പെട്ട വചനാ. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ വീട്ടിൽ വരാൻ എനിക്കെന്ത് യോഗ്യത? ആര് പറഞ്ഞതാ? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. 3 വചനം ബൈബിള്. എന്നിട്ട് ചേർത്താൻ പറയും, എന്തിനാ ഇത്രയും നന്മ പറഞ്ഞറിയാൻ ചെല്ലുന്നത്? വല്ല ദൈവവചനവും പറഞ്ഞാൽ പോരെ എന്ന് നുണയാൻ. 3 കൊല്ലം ഞാൻ കൊന്തല്ലാതെ നടന്നു. അപ്പൊ കർത്താവിന്റെ ആത്മാവ് മെക്സിക്കോയിൽ വെച്ച്, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലമുണ്ട്, ഗ്യാദലൂപ്പെ. അവിടെ ഒരു ദേവാലയമുണ്ട്, 5000 പേർക്കിരിക്കാവുന്ന ബസലിക്ക. ആ പ്രദേശത്ത് ഞങ്ങൾ 3 കൊല്ലം അടുപ്പിച്ച് ധ്യാനിപ്പിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ ധ്യാനം 26,000 പേരുടെ ഒരു കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷൻ കൂടിയ ശേഷം അങ്ങനെ ഗ്യാദലൂപ്പെ മാതാവിന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോരാൻ തോന്നുന്നില്ല. എന്റെ കൂട്ടത്തിലുള്ള ഒരു ടീമംഗം പറഞ്ഞു, അത്ര നഷ്ടപ്പെട്ടു പോയ മാതൃഭക്തി ഇവിടെ വെച്ച് തിരിച്ചു കിട്ടുകയാണ്. ഞാൻ ദിവസമയം കൊണ്ട് നിറയാണ്. ഗ്യാദലൂപ്പെ മാതാവിന്റെ പള്ളിയിൽ വെച്ച്, അവിടെ വെച്ച് ഒരു പ്രവചനം ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ മെജുഗോറിയിൽ അയക്കും. 1981 മുതൽ 6 യുവജനങ്ങൾക്ക് തുടർച്ചയായി മാതാവ് പ്രത്യക്ഷപ്പെടുകയോ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുക്കുകയോ ചെയ്ത സ്ഥലം.
അവിടെ എല്ലാ ആഴ്ചയിലും 3000-4000 പേരെത്തും, കടുത്ത തണുപ്പുള്ളപ്പോൾ ഒഴിച്ച്. 96 ഒക്ടോബർ മാസം ഞങ്ങളും അവിടെ എത്തി. 3 ദിവസം അവിടെ താമസിച്ചു. അന്ന് വലിയ കെട്ടിടങ്ങളൊന്നുമില്ല താമസിക്കാൻ പറ്റിയോ. ഓരോ വീടിന്റെ ഓരോ മുറിയാ കൊടുക്കുക. ആ മുറിയില് അവരുടെ വരാന്തയില് ഞാനങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് ചെറിയ വാടക കൊടുക്കുന്നു, അവർ ഭക്ഷണം തരുന്നു. അവിടുത്തെ നമ്മുടെ സാധാരണ മനുഷ്യര് ആ മുറിയുടെ വരാന്തയിൽ ഞാൻ ഇരിക്കുമ്പോ ആരോ പ്രസംഗിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. ഞാൻ തല വട്ടം ഇട്ടിങ്ങനെ നോക്കി, എവിടുന്നാ ഈ സ്വരം വരുന്ന, ഒരു വഴിയും കാണുന്നില്ല. പ്രവചന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ജപമാലയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ജപമാലയുടെ നിർവചനം പറഞ്ഞു തരിക. പ്രേയിങ് വിത്ത് മേരി, പരിശുദ്ധ അമ്മയോടൊത്തു പ്രാർത്ഥിക്കുന്നു. മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിന്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ അനന്തയോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കുവേണ്ടി ജപമാല ചൊല്ലുന്നുവോ അനേകായിരങ്ങൾക്കും പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ യോഗ്യതയിൽ തദ്വാര പാപത്തിന്റെയും സാത്താന്റെയും ഭരണം നിർവീര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് ജപമാല? പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ അനന്തയോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവരുടെ മേലും ആർക്കുവേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവ് നിറയുന്നു. സാത്താന്റെ ആത്മാവ് പാപത്തിന്റെ അടിമത്തം നിർവീര്യമാകുന്നു. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ലോകാതിർത്തികൾ വരെ ലക്ഷോപലക്ഷം പുതിയ ശുശ്രൂഷകൾ ഉയരും. അതിനൊരു വെളിപ്പെടുത്തലായിട്ടാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം ഈയിടെ പെന്തക്കോസ്താക്കാർക്ക് ഒരു സന്ദേശം കൊടുത്തു. നമ്മൾ അകന്നു കഴിയണ്ട, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നമുക്കൊന്നിക്കാൻ ദൈവം വഴിതരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലക്ഷോപലക്ഷം പുതിയ ശുശ്രൂഷകരുണ്ടാകണം. നമ്മൾ നിലവിളിച്ചെന്നോണം പ്രാർത്ഥിക്കണം. ആവർത്തിച്ചു പ്രാർത്ഥിക്കുക, നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിക്കുക. ഒരു ന്യായാധിപന്റെ അടുത്ത്, ഒരു ജഡ്ജിയുടെ അടുത്ത് ഒരു വിധവ തനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞു തന്നു. ഇയാളാണെങ്കിൽ കൈക്കൂലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളാ. അയാൾ അനങ്ങാക്കള്ളനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇവള് മടുത്ത് ഇയാളുടെ വീട്ടിലോട്ടും ചെല്ലാൻ തുടങ്ങി. എനിക്ക് പൈസ തരാമെന്ന് വൃത്തിയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നീതി നടത്തി തരണം. അയാൾ പറഞ്ഞു, ഞാനോ ഒരു ദുഷ്ടനാണ്, ഇവളെന്നെ ശല്യപ്പെടുത്തുന്നു, മറ്റുള്ളവരത് കാണുകയും ചെയ്യുന്നു, നീതി നടത്തി കൊടുത്തേക്കാം എന്ന് എന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ്, നോക്കിയേ ദുഷ്ടനായ ഈ ന്യായാധിപനെ നോക്കി, അവൻ ഇങ്ങനെ ചെയ്തെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. രാവും പകലും തന്നെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന, പറഞ്ഞാൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് കാലവിളംബം വരുത്തുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:26. എല്ലാവരും പറഞ്ഞേ, യോഹന്നാൻ 14:26. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേം എന്ന് പറഞ്ഞാൽ
എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലമാണ്. വലിയ പ്രവാചകനായ യേശുവിനെ കുരിശിൽ തൂക്കിക്കൊന്ന സ്ഥലമാണ്. അവിടെയാണ് മഹത്വം വന്നതും യേശു ഉയർത്തെഴുന്നേറ്റതും. ജെറുസലേമിൽ നിങ്ങളുടെ സഹന സ്ഥലത്ത് നിങ്ങൾ യേശുവിനെ സാക്ഷ്യം വഹിക്കണം. യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സാക്ഷികളാവുക. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, പങ്കുവയ്ക്കുവാൻ ഉണ്ടായിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് വിദേശരായി ചെന്നപ്പോ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊരു കട തുടങ്ങി, നല്ല ലാഭമായിരുന്നു. രണ്ടാമത്തെ തുടങ്ങി, നല്ല ലാഭമായിരുന്നു. മൂന്നാമത്തെ തുടങ്ങി, നല്ല ലാഭമായിരുന്നു. നാലാമത്തെ തുടങ്ങി, നല്ല ലാഭമായിരുന്നു. അഞ്ചാമത്തെ തുടങ്ങി, നല്ല ലാഭമായിരുന്നു. അപ്പോ വേറൊരു പ്ലാൻ, വലിയ കെട്ടിടം പണി, ബാങ്കിൽ ഒന്ന് കടമെടുത്ത്, അങ്ങനെ വലിയ തുക കടമെടുത്ത് കെട്ടിടം പണി ആരംഭിച്ചു. ഈ 5 കട കൂടാതെ പെട്ടെന്ന് ലോകമാസകലം മാന്ദ്യം വന്നു, പണക്ഷാമം. കെട്ടിടം പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല, കടം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. കടകൾ ഓരോന്നായിട്ട് വിറ്റു. അവസാനം ആദ്യം തുടങ്ങിയ കടയുള്ളൂ, അതും വിൽക്കേണ്ട വരും. എന്നിട്ട് ഭർത്താവ് 3 കൊല്ലമായിട്ട് ഇപ്പൊ ചെയ്യില്ല, പണം അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട്. ഭർത്താവ് 3 കൊല്ലമായിട്ട് ജയിലിൽ. ഞാൻ ചോദിച്ചു, ഒരു കട തുടങ്ങിയിട്ട് അടുത്ത കട തുടങ്ങുന്നതിന് മുമ്പ് നല്ല ലാഭമൊക്കെ തന്നതല്ലേ, നന്ദി പറയുകയും ഇനി അടുത്തത് തുടങ്ങേണ്ടതുണ്ടോ, എപ്പോഴാണെന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രാർത്ഥിക്കാൻ ആലോചന ചോദിച്ചിട്ടുണ്ടോ? ആലോചന, നീ ബോഡിന്ന് പറയും, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അതാണ് ആലോചന. അങ്ങനെയാണ് ഇപ്പം 3 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നത്. ദൈവം ഭാര്യയും ഭർത്താവിനെയും ഒന്നാണെന്നും വെച്ച് യോജിപ്പിച്ചു. അപ്പൊ കാശ് കിട്ടാൻ തുടങ്ങിയപ്പോ ഭർത്താവ് പറഞ്ഞു, നീ ബോഡി. അപ്പം ജയിലിൽ പോയി ഭർത്താവിനെ കാണാറുണ്ടോ? കാണാറുണ്ട്. വല്ല പശ്ചാത്താപമുണ്ടോ? ഒരു പശ്ചാത്താപവും ഇല്ലെന്ന് പറഞ്ഞു. അതെന്താ? അത് പുള്ളിയുടെ മനസാക്ഷി അനുസരിച്ചാ ചെയ്തത്. അത് പരിശുദ്ധാത്മാവ് കൊടുത്ത മനസാക്ഷിയല്ല, സാത്താൻ കൊടുത്ത മനസാക്ഷിയായിരുന്നു. പാപത്തിനടിമപ്പെട്ട മനസാക്ഷിയായിരുന്നു. മാനസാന്തരപ്പെടാത്ത മനസാക്ഷിയായിരുന്നു. അതിലൂടെ പ്രവർത്തിച്ചത് സാത്താനാണ്. എളിമപ്പെട്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എളിമപ്പെട്ടു വേണം ഓരോന്നും പുതിയ തുടങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെയൊക്കെ ചെയ്ത് ദൈവം ക്ഷമിക്കും കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം യേശുവിനോട് ചേർന്ന്. ഹല്ലേലൂയ. 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 എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ചോദിക്കുന്നുവോ? ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ.